നമുക്ക് അരവിന്ദിന്റെ മക്കളുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഈ എച്ചിൽപ്പട്ടി എന്ന് രാഗിണി വിളിച്ചു കഴിഞ്ഞപ്പോ തന്നെ രാധമ അങ്ങോട്ട് ചെന്നിട്ട് ചോദിച്ചു, ആരാടി എച്ചിൽപ്പട്ടി? നിനക്ക് തോന്നുന്നുണ്ടോ ഞങ്ങൾ എച്ചിൽപ്പെട്ടികളാണ്? അങ്ങനെ തോന്നിയിട്ടുണ്ടോ നിനക്ക് തെറ്റി. ഈ നിൽക്കുന്ന നിന്റെ തന്തയുണ്ടല്ലോ, ഇങ്ങേര് പറയട്ടെ എന്ന് പറഞ്ഞു. പലവട്ടം ഇങ്ങേര് വീട്ടിൽ വന്നിട്ടുണ്ട് എന്റെ മോനോടൊപ്പം. പിന്നെ അവിടെ വന്നിട്ട് എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. നിന്റെ തന്തയോട് തന്നെ ചോദിച്ചു നോക്കി അറിയാം ആരാന്നുള്ള കാര്യം. അത് സ്വകാര്യമായിട്ട് നീ ഒന്ന് ചോദിച്ചാ മതി എന്ന് പറഞ്ഞു. എന്നിട്ടാണ് നീ എന്റെ കൊച്ചുമക്കളെ മകളെയൊക്കെ വിളിച്ചല്ലേന്ന് ചോദിച്ചു. രാഗിണിയുടെ നേർക്ക് കൈ ചൂണ്ടിക്കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ രാധമ്മ പറയണേ. പിന്നീട് ജയപാലനോട് പറഞ്ഞു, എടാ എന്റെ മകനെ കൊന്നതും പോരാ, പിന്നെ നിനക്ക് ഇങ്ങനെ ഒരു സന്തതി ഉണ്ടായെന്ന് ഞാൻ എങ്ങനെയാന്ന് ഞാൻ ചോദിക്കുന്നില്ല. കാരണം നിന്റെ സ്വഭാവമല്ലേ ഇവളും കാണിക്കുള്ളൂ. എന്തായാലും കൊള്ളാൻ ജയപാല, നീ ഒരു കാലത്തും ഗതി പിടിക്കാനൊന്നും പോകുന്നൊന്നുമില്ല. അപ്പോഴേക്കും ശാരലത പറഞ്ഞു, അതെ എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നടത്താം ജയപാല, ഇവർക്ക് കൊടുക്കാനുള്ള പണം കൊടുത്തേ മതിയാവുള്ളൂ. അപ്പോഴേക്കും കാവേരി വന്നിട്ട് പറഞ്ഞു, വേണ്ട എനിക്ക് പണം വേണ്ടാന്ന് പറഞ്ഞു. ഒരു നിമിഷം എല്ലാരും ഞെട്ടിപ്പോയി. ചാർലത ചോദിച്ചു, എന്തൊക്കെയാ കാവേരി പറയണേ? എനിക്ക് പണം വേണ്ട മാഡം, എനിക്ക് പണമല്ല വേണ്ടത്. എന്റെ അച്ഛനെ കൊന്നവനാ ഇവന്. അത് ആ തോട്ടത്തിന് വേണ്ടിയിട്ടാ. എനിക്ക് ആ തോട്ടം വേണമെന്ന് പറഞ്ഞു. ആ തോട്ടമാണ് എനിക്ക് വേണ്ടത്. അപ്പോഴേക്കും രാഗിണി പറഞ്ഞു, എടി നിനക്കിത് എന്തിന്റെ കേടാ? എന്തിനെ കേടാ നിനക്ക് മനസ്സിലായില്ലേ? എന്റെ അച്ഛനെ ഇല്ലാതാക്കി ഇയാളോട് എനിക്ക് പ്രതികാരം ചെയ്യണം. ആ തോട്ടം എനിക്ക് തിരികെ പിടിക്കണം. എനിക്ക് വേണ്ടത് ആ തോട്ടമാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോ ചാലത് പറഞ്ഞു, കാവേരി നീയ വേണ്ട മാഡം, എനിക്ക് വേണ്ടത് അതാണ്. ആ തോട്ടം എനിക്ക് കിട്ടിയാൽ മതിയാവുള്ളൂ. അല്ലെങ്കിൽ ഇയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ട് ജയിലിലിട്. ഇയാള് ജയിലിൽ കിടക്കട്ടെ. ഇയാൾ ഇപ്പോഴും സമ്മതിച്ചിട്ടില്ലോ എന്റെ അച്ഛനെ ഇയാൾ കൊന്നതാന്നോ. അപ്പോഴേക്കും ജയപാലൻ പറഞ്ഞു, അതേടി നിന്റെ അച്ഛനെ കൊന്നത് ഞാനാ. എന്താടി നിനക്കെന്താ വല്ല സംശയം ഉണ്ടോന്ന് ചോദിച്ചു. അത് കേട്ടുകഴിഞ്ഞപ്പോ നീളമോൾ ഒരു നിമിഷം അന്തം വിട്ടുപോയി. നീളമോൾ ഒരൊറ്റ കരച്ചിലായിരുന്നു അച്ഛാന്നും പറഞ്ഞുകൊണ്ട്. പെട്ടെന്ന് എല്ലാരും വിഷമത്തിലായിപ്പോയി. നീളമോളുടെ കരച്ചിൽ ആർക്കും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ചാർലത വന്ന് കാവേരിയുടെ കയ്യെ പിടിച്ചു. ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞ് വിളിച്ചോണ്ട് പോയി. കാവേരി നീ എന്തും വിട്ടിത്തര കാണിക്കണേ? എന്താ മാഡം? ജയപാലിനെ ജയിലിൽ കിടത്തിക്കൊണ്ട് നിനക്ക് എന്ത് നേട്ടം ഉണ്ടാകുന്നേ? മാഡം എന്റെ അച്ഛനെ കൊന്നതിനോട് എനിക്ക് പ്രതികാരം ചെയ്യണ്ടേ? ഒരു ദിവസം അയാളെ ജയിലിൽ കിടത്തണമെന്ന് പറഞ്ഞു. കാവേരി അയാൾ ജയിലിൽ കിടക്കും തോന്നുന്നുണ്ടോ? 2 ദിവസം വേണേ കിടന്നാലായി. അതുകൊണ്ട് എന്ത് നേട്ടോ? പിന്നെ കേസ്, തോട്ടത്തിന്റെ കേസ്, അത് സിവിൽ കേസാണ്. അതിങ്ങനെ വർഷങ്ങളോളം നീണ്ടുപോകും. നിങ്ങൾക്ക് നിങ്ങളുടെ പണോ തോട്ടോ എല്ലാം നഷ്ടപ്പെടും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്താ ചെയ്യണ്ടേ? ഇപ്പൊ നിങ്ങൾക്ക് ആദ്യം വേണ്ട എന്താ? നിലമോളുടെ കാര്യങ്ങളൊക്കെ നടത്തണ്ടേ? അതിന് പണം വേണ്ടേന്ന് ചോദിച്ചു. അപ്പോഴേക്കും വിനീത് പറഞ്ഞു, കാവേരി ഇനിയിപ്പം ജയപാലൻ ജയിലിൽ കിടന്നുകൊണ്ട് അരവിന്ദനങ്ങൾ തിരികെ വരുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. നമുക്ക് ഇപ്പൊ അയാളെ ജയിലിൽ കിടത്തല്ല പ്രധാനം എന്ന് പറഞ്ഞു. കാരണം എത്രയും പെട്ടെന്ന് പണം സംഘടിപ്പിക്കണം, നിലമോളുടെ കാര്യങ്ങളൊക്കെ നോക്കണ്ടെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ കാവേരിക്കും തോന്നി, ശരിയാണ്, കാവേരിക്ക് ജയപാലനോടുള്ള പ്രതികാരം കൊണ്ടാണ് തന്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ തോട്ടം നഷ്ടപ്പെട്ടു പോകാനും പാടില്ല. ആ ഒരു ചിന്തയോട് കൂടിയിട്ടാണ് കാവേരി അങ്ങനെ പറയുന്നത്. ഒടുവില് ചാരുലത വന്നിട്ട് ജയപാലനോട് പറഞ്ഞു, ജയപാല അവർക്ക് പണം മതിയെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ ജയപാലൻ പറഞ്ഞു, ശരി ഞാൻ പണം കൊടുക്കാന്ന് പറഞ്ഞു. എത്ര ലക്ഷം കൊടുക്കും താന്? 30 ലക്ഷം രൂപ. ജയപാല തന്റെ ഊടായപ്പോ നടക്കില്ല. അവരുടെ കയ്യിൽ കൃത്യമായ കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. 50 ലക്ഷം രൂപ തികച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. ജയപാലൻ അത് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക, തന്നെ ഇപ്പൊ തന്നെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ കൊണ്ടേ ഇടാൻ പോവാ. ഒടുവില് രാഗിണി പറഞ്ഞു, കൊടുക്കച്ചാന്ന് പറഞ്ഞു. അങ്ങനെ കൊടുക്കാന്ന് ജയപാലൻ സമ്മതിച്ചു. അപ്പോഴേക്കും ജേക്കബ് സാറിനോട് ചാർലത എന്നിട്ട് പറഞ്ഞു, സാറേ അയാളുടെ അക്കൗണ്ടില് 50 ലക്ഷത്തിന്റെ ചെക്ക് കൊടുക്കാനുള്ള ക്യാഷ് ഉണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു. ചെക്ക് കൊടുക്കാന്നാ ജയപാലൻ പറഞ്ഞത്. അങ്ങനെ ജേക്കബ് സാർ പെട്ടെന്ന് തന്നെ സിസ്റ്റം എടുത്തിട്ട് നോക്കി. ഉണ്ട് മാഡം, അയാളുടെ അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ജയപാലൻ 50 ലക്ഷത്തിന്റെ ചെക്ക് ചാർലതയുടെ കയ്യിലേക്ക് എഴുതി കൊടുത്തു. ചാർലത അത് കൊണ്ടുപോയി കാവേരിയുടെ കൈ കൊടുക്കുവാണ്. കാവേരി അത് വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ചാർലത പറഞ്ഞു, ശരി സന്തോഷമായിട്ട് പോയിട്ട് വാ എന്ന് പറഞ്ഞു. എവിടെയാണെങ്കിലും നല്ലത് മാത്രമേ വരുള്ളൂ. അതങ്ങ് പറഞ്ഞിട്ട് ചാർലത അങ്ങോട്ട് പോയി. അങ്ങനെ കാവേരിയൊക്കെ ജയപാലനെ നോക്കുവാണ്. അപ്പോഴേക്കും ശാരദ എന്നിട്ട് ജയപാലന്റെ നേർക്ക് നോക്കിയിട്ട് പറഞ്ഞു, എടാ ജയപാല, ഞാനും എന്റെ മക്കളും വീട് നഷ്ടപ്പെട്ട അവസ്ഥയിൽ തെരുവിലേക്ക് ഇറങ്ങണ സമയത്ത് നീ എന്താ പറഞ്ഞ? നിന്റെ അക്കൗണ്ടിൽ 1 രൂപ പോലും ഇല്ലെന്ന്. എന്റെ അരവിന്ദേട്ടന്റെ ഇത്രയും പണം നീ അക്കൗണ്ടിൽ ഇട്ടോണ്ടിരുന്നിട്ട് അല്ലാതെ 1 രൂപ പോലും ഇല്ലെന്ന്
പറഞ്ഞു, ഒരു കാലത്ത് നീ കൂടം പിടിക്കാൻ പോകുന്നില്ലടാ, നീ ചെയ്തതിനൊക്കെ നീ അനുഭവിച്ചിട്ടേ പോകുള്ളെന്ന് പറഞ്ഞു. അപ്പോഴേക്കും കാവേരി വിളിച്ചു, അമ്മേ ബാമെന്നും പറഞ്ഞ് വിളിക്കുവാണ്. അങ്ങനെ ശാരദ അങ്ങോട്ട് ചെന്നു. ശാരദ ചെന്ന് അവർ തിരിയുമ്പത്തേനും ജയപാലൻ വിളിച്ചു, കാവേരി എന്ന് വിളിച്ചു. കാവേരി തിരിഞ്ഞു നിന്നു. നീ തിരുവനന്തപുരത്തിനല്ലേ പോന്നേ, കാണിച്ചു തരാടി, എന്താ ചെയ്യുന്നത് എനിക്കറിയാന്ന് പറഞ്ഞു. ജയപാല, ഇവിടത്തെ പോലത്തെ കളികളല്ല അവിടെ, നീ അവിടേക്ക് വന്നാലുണ്ടല്ലോ ഈ കാവേരി വേറെ സ്വഭാവം നിനക്ക് അറിയത്തില്ലാത്തോണ്ടാ. ഇനി എനിക്കൊന്നും നോക്കാനില്ല, നിന്നെ ഞാൻ കളി പഠിപ്പിക്കൂടാ, ഇത് കാവേരിയുടെ 2ാം ജന്മം അതെന്നും പറഞ്ഞിട്ട് കാവേരി തന്റെ അനുജിത്തിമാരെ അമ്മയും ചേച്ചി എല്ലാരും കൂട്ടിപ്പിടിച്ചങ്ങോട്ട് കൊണ്ടുപോവാണ്. താഴെ ഇറങ്ങിക്കഴിഞ്ഞപ്പത്തേനും യമുനയ്ക്ക് വിഷമമായി. നിവിന്റെ രാഗിണിയുടെ ഫോട്ടോ ഫ്ലെക്സ് കണ്ടു കഴിഞ്ഞപ്പോ സങ്കടമായി. നിവിനെ തന്നോട് ഇഷ്ടമായിരുന്നു ഒരു ചിന്തയായിരുന്നു യമുനയുടെ മനസ്സിൽ. യമുന ഇങ്ങനെ നോക്കുന്നുണ്ടപ്പോ കാവേരി പറഞ്ഞു, ബാ ഒന്ന് കാറിലേക്ക് കയറാൻ പറഞ്ഞു. അങ്ങനെ എല്ലാരും കൂടെ കാറിലേക്ക് കയറി കഴിഞ്ഞപ്പത്തേനും കാറങ്ങോട്ട് പോയി. യമുനയ്ക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. യമുനയുടെ മനസ്സിലെ വിചാരം നിവിന് തന്നെ ഇഷ്ടമാന്നുള്ള ചിന്തയൊക്കെയായിരുന്നു മനസ്സില്. അങ്ങനെ എല്ലാരും പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പത്തേനും പ്രവീണ ജയപാലനോട് വന്നിടിച്ചു, ജയപാലേട്ടാ ഇനി എങ്ങനെയാ കല്യാണത്തിന്റെ കാര്യത്തില്? കല്യാണത്തിന്റെ കാര്യത്തിൽ എങ്ങനെയാണോ? എന്താടി നിനക്കൊരു സംശയം? താലികെട്ട് നടക്കും, ഇപ്പൊ തന്നെ നടക്കൂന്ന് പറഞ്ഞു. പിന്നീട് നിവിന്റെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു, എടാ പോയി മണ്ഡപത്തിൽ ഇരിക്കാൻ പറഞ്ഞു. നിവിൻ അനങ്ങാൻ നിൽക്കുകയാണ്. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് കരുതിയിട്ട് ജയപാലൻ തളരുവൊന്നുമില്ല. നീ പോയി മണ്ഡപത്തിൽ ഇരിക്കണം, നിവിനെ താലികെട്ട് നടത്തണോന്ന് പറഞ്ഞു. അപ്പോഴേക്കും നിവിന് ഒന്നും മിണ്ടാ നിൽക്കുകയാണ്. അപ്പോഴേക്കും ജയലം പറഞ്ഞു, നിന്നോടല്ലേടാ പോയി മണ്ഡപത്തിൽ ഇരിക്കാൻ പറഞ്ഞ നിനക്കെന്താ ചെവി കേട്ടുകൂടാ എന്നൊക്കെ ചോദിച്ചോണ്ട് നിവിനോട് ദേഷ്യപ്പെടുക. ആ സമയം നിവിൻ സത്യനാഥനോട് ചോദിച്ചു, അച്ഛൻ ഞാൻ എന്താ ചെയ്യണ്ടേ? അച്ഛൻ പറ. അച്ഛൻ പറയുന്ന പോലെ ഞാൻ അനുസരിക്കാം. ഇനി അച്ഛന് പേടിക്കേണ്ട കാര്യമില്ല. പണ്ടെങ്ങോ കൊടുത്തൊരു വാക്കിന്റെ പേരിലല്ലേ ഈ കല്യാണം നടത്താൻ നിങ്ങൾ തീരുമാനിച്ചേ. ഇനിയിപ്പം നിങ്ങൾക്ക് പേടിയൊന്നും വേണ്ട. ഞാനിനി വേറെ ആരുടെയും പിന്നാലെ പോകാൻ പോകുന്നില്ല. പോകേണ്ട ആൾക്കാരൊക്കെ പോയില്ലേ, അവൾ ഇവിടുന്ന് പോയില്ലേ, അവളിപ്പോ പുഷ്പവാടി കടന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു പേടി വേണ്ട. ഞാനിനി ആരുടെയും പിന്നാലെ പോകുന്നു. അച്ഛാ നിങ്ങൾ പറയുന്ന പോലെ ഞാൻ ചെയ്യാം. എന്താ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ജയപാലന്റെ മട്ടും ഭാവവും ഒക്കെ അങ്ങോട്ട് മാറി. ജയപാലൻ വന്നിട്ട് പറഞ്ഞു, നിന്നോട് പറഞ്ഞാൽ നിനക്കെന്താടാ അനുസരിക്കത്തില്ലേ? പോയിരിക്കടാന്ന് പറഞ്ഞ് പിടിച്ചൊരു ഒറ്റ തള്ളായിരുന്നു. നിവിൻ അവിടെ പോയി ഇടിച്ച് വീഴാൻ തുടങ്ങുവാണ്. അപ്പോഴേക്കും രാജേശ്വരി ഇങ്ങോട്ട് വന്നു, ഇതെന്താ ജയപാലേട്ടാ, എന്റെ മോനെന്താ വല്ല നായോ മറ്റോ ആണോന്ന് ചോദിച്ചു. രാജി നീയ കൂടുതലും മിണ്ടണ്ട. ജയപാലേട്ടാ എന്ത് ചെയ്യണം ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് ഒന്നുകൂടെ ഒന്ന് ആലോചിക്കണം. നീ എന്തൊക്കെയാ പറയണത്? അവന്റെ കല്യാണമല്ലേ എന്നും പറഞ്ഞോണ്ട് നിർബന്ധിച്ചാണ് അവനെ കൊണ്ട് ചെയ്യിക്കുന്നേ. അല്ല, നമ്മള് നേരത്തെ തീരുമാനിച്ചു വെച്ചിരിക്കുന്ന കാര്യല്ലേ ഇത്. ഇനിയിപ്പൊ അതിന് മാറ്റമില്ല. അതെ ജയപാലേട്ടാ, ഒരു കാര്യമുണ്ട്. ഈ കല്യാണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താലികെട്ട് മാത്രമല്ല, അവരൊരു കുടുംബം തുടങ്ങാൻ പോവാ. എല്ലാവരുടെ അനുഗ്രഹവും കാര്യങ്ങളൊക്കെ വേണം. പക്ഷെ ഇവിടെ ആ സമയത്ത് ശാപവാക്കുകളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്, അറിയാലോ. പാവം ഒരു സ്ത്രീയുടെ താലി ഏറ്റുപോയി. ആര് കാരണം? ജയപാലേട്ടൻ കാരണം. എന്നിട്ട് ജയപാലേട്ടൻ നാണം ഉണ്ടോ ഇങ്ങനെയൊക്കെ പറയാനായിട്ട്? അപ്പോഴേക്കും ജയപാലൻ പറഞ്ഞു, എന്റെ രാജി അതവര് വെറുതെ പറയണ. വെറുതെ ആയിട്ടാണോ ജയപാലേട്ടൻ പണം കൊടുത്തേ? 50 ലക്ഷം 50 ലക്ഷം കൊടുത്തേ. അത് പിന്നെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവണ്ടല്ലോ എന്ന് കരുതിയിട്ടാ. എന്റെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ലെന്നേ. ജയപാലേട്ടൻ വെറുതെ 50 ലക്ഷം കൊടുത്തെന്ന് ഞാൻ വിചാരിക്കണോ അല്ലേ? ഒന്നുമല്ലേലും ജയപാലേട്ടൻ നല്ല കഥ തന്നെയെന്ന് പറഞ്ഞു. ആ സമയത്ത് നിവിൻ എന്ത് ചെയ്യണമെന്നറിയില്ല. നിവിൻ ഇങ്ങനെ നിൽക്കുവോ. അപ്പോഴേക്കും ജയപാലൻ പറഞ്ഞു, എടാ നിന്നോടല്ലേ പോയിരിക്കാൻ പറഞ്ഞാ നിനക്കെന്താ ചെവി കൂട്ടൂടെ? പോയിരിക്കടാ അവിടേക്കെന്നും പറഞ്ഞോട് ദേഷ്യപ്പെടുവാണ്. അപ്പോഴേക്കും അത്ര സമയം സത്യനാഥൻ മിണ്ടാതിരിക്കുമായിരുന്നു. ആ സമയത്ത് ജയപാലൻ പറഞ്ഞു, എടാ ഇനിയിപ്പം നിനക്കൊക്കെ ഒരു ഭയം കാണുമായിരിക്കും. 50 ലക്ഷം ജയപാലന്റെ കയ്യിൽ നിന്ന് പോയതുകൊണ്ട് ശ്രീധന തുക കുറഞ്ഞു പോവെന്ന്. ഈ ജയപാലന്റെ കയ്യിൽ നിന്ന് അങ്ങനെ പണമൊന്നും പോയിട്ടൊന്നുമില്ല. 50 ലക്ഷമല്ലേ പോയിട്ടുള്ളൂ. ജയപാലന് ഇഷ്ടം പോലെ ഉണ്ട്. ഇതേ ഇവന്റെ തൂക്കത്തിലുള്ള സ്വർണ്ണം ഇട്ട് ഞാൻ തരും എന്റെ മോൾക്ക് വേണ്ടിയിട്ട്. ശ്രീധനത്തിലൊന്നും കുറയില്ല. ദിവനെ അളക്കുവാണ് അങ്ങോട്ട്. പണത്തില് സ്വർണത്തിന്റെ കാര്യത്തില്. അത് മാത്രമല്ല, ആ തോട്ടം ഇനി ഇവനുള്ളതാണ്. എന്റെ സ്വത്തുക്കടെ പാതി ഇവനുള്ളതാണ്. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ സത്യനാഥൻ വന്നിട്ട് പറഞ്ഞു, ജയപാല ഞാൻ കണ്ടത്ര പണവും സ്വത്തവും നീ കണ്ടിട്ടില്ല. അതുകൊണ്ട് നീ കൂടുതലൊന്നും പറയണ്ട ജയപാല. അപ്പോഴേക്കും ജയപാലൻ പറഞ്ഞു, അത് സത്യനാഥ വേണ്ട, കൂടുതലൊന്നും പറയണ്ട. നിന്റെ അഭിനയം തകർക്കുന്നുണ്ട് നീ ഇവിടെ കിടന്നിട്ട്. എടാ ഒരു പെങ്കൊച്ചിന്റെ ഒരു കുടുംബത്തിനെ കണ്ണീര് വീഴ്ത്തിട്ട് വേണമല്ലേ? ഒരു കാരണവശാലും ആ കുടുംബത്തിന് ഒരു പെണ്ണെടുക്കാനായിട്ട് ഇനി ഞാൻ സമ്മതിക്കില്ലടാ. എന്റെ മോന്റെ ഭാവി തകർക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഓഹോ, അപ്പൊ രണ്ടും കൽപ്പിച്ചോണ്ടല്ലേ? അതെ. നീ എന്താ പണം വെച്ച് എന്റെ മോനെ അളക്കുവാണോ?
എടാ ഞങ്ങള് നല്ല അന്തസ്സായിട്ട് തന്നെ ജീവിക്കുന്നേ, പക്ഷെ മറ്റുള്ളവരുടെ മുതൽ പിടിച്ചു പറിച്ചൊന്നുമല്ല ഞങ്ങള് സ്വത്ത് സമ്പാദിച്ചേ. അപ്പോഴേക്കും രാജേശ്വരി വന്നിട്ട് പറഞ്ഞു, അതേ ജയബാലേട്ടാ, ഞങ്ങൾ അന്തസ്സായിട്ട് തന്നെ പണം സമ്പാദിച്ചേ, മറ്റുള്ളവരുടെ കണ്ണീര് വീഴ്ത്തിയ പണം കൊണ്ടൊന്നും അല്ല ഞങ്ങൾ സമ്പാദിച്ചു വെച്ചിരിക്കുന്നേ. അതുകൊണ്ട് ആ കാര്യത്തിൽ ഞങ്ങൾക്കൊരു ഭയമില്ല. പക്ഷെ ജയബാലേട്ടനോ? ആ സമയം സത്യനാഥൻ പറഞ്ഞു, തന്റെ മേലില് ശാപങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന് പെണ്ണെടുക്കാനായിട്ട് എന്റെ മോന് ഈ പെണ്ണ് വേണ്ടാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ജയബാലൻ പറഞ്ഞു, ഓഹോ അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ആരും പോകാൻ പോകുന്നില്ല, 2 കാലിൽ ഇവിടുന്ന് പോകത്തില്ല, ഈ കല്യാണം നടക്കാതെ പോകത്തില്ല എന്ന് പറഞ്ഞു. അത് കേട്ടത് സത്യാനന്ദൻ പറഞ്ഞു, ഓഹോ അപ്പൊ അങ്ങനെയാണല്ലേ. എന്റെ ജയബാല, തനിക്ക് എന്നെ അറിയത്തില്ലാത്തോണ്ടാ. ഇനി ഇവിടെ ഇത്തിരി കഴിയുമ്പത്തിനും പോലീസ് വരണോ? പിന്നെ തനിക്ക് തന്റെ മകളുടെ കല്യാണം പിന്നീട് കൂടാനായിട്ട് പറ്റിയെന്ന് വരത്തില്ല, ജയിലിൽ കിടന്ന് കൊരവേണ്ട വരും. അത് വേണോ? ഛത്തീസ്ഗഡിലെ നക്സലൈറ്റുകളെ പേടിച്ചില്ല, പിന്നെയാണോ തന്നെ എന്നും പറഞ്ഞോണ്ട് സത്യനാഥൻ ഇങ്ങനെ ദേഷ്യപ്പെടുകയാണ്. ജയപാലൻ ഒരു നിമിഷം ഒന്ന് പതറി. അപ്പോഴേക്കും രാഗിണി വന്നിട്ട് പറഞ്ഞു, അച്ഛാ എന്താ നോക്കിയിരിക്കുന്നേ? എത്ര സമയം ഞാൻ ഒരുങ്ങി കെട്ടി നിൽക്കുന്നേ, ഇനി എനിക്കിങ്ങനെ നിൽക്കാൻ പറ്റില്ല, പെട്ടെന്ന് തന്നെ കല്യാണം നടത്താച്ചാന്ന് പറഞ്ഞു. പക്ഷെ ജയപാലൻ അനങ്ങാൻ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എന്താ അച്ഛാ അതെന്ന് ചോദിച്ചു. പിന്നീട് നേരെ നിവിന്റെ അടുത്തേക്ക് വന്നു. നിവിനെ താലി കെട്ടാൻ പറഞ്ഞു കയ്യെ പിടിച്ചു വലിക്കുവാണ്. നിവിനെ കയ്യം കൂടി വിടിച്ചു. വിടറി എന്റെ കയ്യെന്ന് പറഞ്ഞു. അപ്പോഴേക്കും രാഗിണിക്ക് ദേഷ്യമായി. എന്താടാ, താലി കെട്ടില്ല നീ എന്റെ കഴുത്തില്, കുറെ കാലമായി നിനക്ക് വേണ്ടിയോ കാത്തിരിക്കുന്നേ, നീ എന്റെ കഴുത്തിൽ താലി കെട്ടില്ലല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഇവന്റെ കോളറിന് കയറിയും കൂടി പിടിക്കുകയാണ്. നിവിനും ഭ്രാന്തളകുന്നുണ്ടായിരുന്നു. അതിന്റെ കഥകളൊക്കെ എന്ന് കാണുന്നത് എന്താണെങ്കിലും അടിപൊളിയായിട്ടുണ്ട്. കാരണം കാവേരിയൊക്കെ നല്ല പണി തന്നെ കൊടുക്കുന്നേ. രാജേശ്വരിക്കൊക്കെ മനസ്സിലായി ജയപാലന്റെ സ്വഭാവം എന്താന്ന്. അപ്പൊ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.